to D Vlogs. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ഖത്തർ വ്ളോഗ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നു, മുടിയൊക്കെ കെട്ടിവെച്ചു. ഇനി നമുക്ക് കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് പരിപാടി നടക്കുന്നതെന്നുള്ളത്. ഞാൻ ഇവിടെ അമ്മയും ചേച്ചിയൊക്കെ എന്നെക്കാളും കുറേ നേരത്തെ എണീക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കിച്ചണിൽ പോയിട്ട് ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഒരു ഗ്ലാസ് തന്നെ ഇത്രയും കുടിക്കും കേട്ടോ. എത്തുമ്പോൾ തന്നെ അമ്മ ചോദിക്കും വെള്ളം കുടിച്ചോ, അല്ലേ വെള്ളം കുടിക്കുകയെന്ന് പറയും. അപ്പോൾ ഞാനത് പറയുന്നതിന് മുന്നേ കുടിക്കാൻ നോക്കും, ഇടയ്ക്ക് എൻ്റെ അടുത്ത് മറന്നു പോകും കേട്ടോ. അമ്മ ദേ ദോശ ഉണ്ടാക്കുകയാണ്. ഞാൻ എത്തുമ്പോഴേക്കും കുക്കിംഗ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും അമ്മയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തിനധികം പറയുന്നു, ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് അടക്കം അമ്മ രാവിലെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അതുകൊണ്ടാണ് കുക്കിംഗ് പരിപാടി ഒന്നും ഉണ്ടാവാറില്ല. എന്തെങ്കിലും ചില്ലറ പണികൾ മാത്രം. എന്താ ഇപ്പോൾ ചപ്പാത്തി ചുട്ട് കൊടുക്കും, പിന്നെ ഇടയ്ക്ക് ചായ ഉണ്ടാക്കും. പിന്നെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കപ്പിലേക്ക് ചായ എല്ലാ കപ്പിലേക്കും ഒഴിക്കുക, പഞ്ചസാര ഇടുക, പിന്നെ ഒരിക്കൽ മാഗി ഉണ്ടാക്കി, പിന്നെ അങ്ങനെ എന്തെങ്കിലും ചില്ലറ കുഞ്ഞു കുഞ്ഞു പണികൾ കുക്കിങ്ങിൽ അതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇതേ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പം ഞാൻ അശ്വിൻ്റെ അടുത്താണ് കേട്ടോ സംസാരിക്കുന്നത്. സാധാരണ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ആളെ ഇന്ന് അപ്പുറത്ത് പോയിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. അതിന് ഞാനിങ്ങനെ പറഞ്ഞതാണ് മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നോന്ന്. പക്ഷേ ഇരുന്നില്ല ഗൈസ്. പോട്ടെ, ഞാൻ അവിടെ ഇരുന്നോട്ട് വിചാരിച്ചു. ഇതിനുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാം. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം രാവിലെ ചായയാണ് കേട്ടോ കുടിക്കാറ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കോഫിയായിരുന്നു കുടിക്കാറ്. അതെന്തായാലും മാറി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാനിതാ കുറച്ച് റെസ്റ്റ് എടുക്കാൻ അരച്ചു. ആ സമയം ഞാൻ എൻ്റെ തന്നെ വീഡിയോ കണ്ട് സ്മൃതിയുടെയാണ് ഗൈസ്, അങ്ങനെയല്ലേ പറയുക. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസും ഫോട്ടോസും തന്നെ ഇങ്ങനെ സമയം പോക്കാണ്. അപ്പോൾ അശ്വ എന്താ നോക്കുന്നത്, ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടി ഒളിഞ്ഞു നോക്കി. പക്ഷെ എന്താണെന്ന് ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് സമയം അശ്വിനെ ശല്യം ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ അശ്വി ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി കിടക്കുന്ന കാണുമ്പോൾ എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ ശല്യം ചെയ്യാൻ തോന്നും കേട്ടോ. കാലിലടിയിലൊക്കെ പോയി ഇക്കിലാക്കുക, നുള്ളുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കുന്നതിന് മുന്നേ നമുക്ക് പതിവുണ്ടല്ലോ, ഞാനിവിടുന്ന് എനിക്ക് എത്ര ദിവസം 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിക്കാറ്. ഇതാണെങ്കിൽ എൻ്റെ വെളിച്ചെണ്ണയാണെങ്കിൽ റൂമിൽ വെച്ചിട്ട് AC ഇടുന്നതുകൊണ്ട് ഫുള്ള് കട്ടപ്പിടിച്ചിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് എങ്ങനെയൊക്കെയോ വിരലിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് താഴോട്ടെത്തുമ്പോൾ എങ്ങനെ എടുക്കുമോ എന്തോ. അപ്പോഴേക്ക് ചൂടാണ് വരുന്നത്. അപ്പോഴേക്ക് എന്തായാലും ഇതൊക്കെ മാറി നോർമലായിട്ട് വന്നോളും. പിന്നെ ഞാൻ എവിടെയാണ് എന്ന് ഇപ്പോഴും ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. ദുബായിലാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഖത്തറിലാണ് കേട്ടോ. എൻ്റെ ചേച്ചിയാണ് ദുബായിലുള്ളത്, ഞാനിപ്പോൾ ഖത്തറിലാണ്. അപ്പോൾ ഞാൻ ഇതാ വെളിച്ചെണ്ണയൊക്കെ തേച്ചു. കണ്ടില്ലേ, നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണോ എന്നറിയില്ല, വെളിച്ചെണ്ണ നല്ലോണം ഇട്ട് കുളിച്ചാലും എൻ്റെ മുടി പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷാമ്പൂ ഇട്ട് കുളിച്ചതുപോലെ ഉണ്ടാവും കാണാൻ. അത്രയും ഒട്ടും വെളിച്ചെണ്ണ ഉണ്ടാവില്ല കേട്ടോ ഹെയറിൽ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി തുണിയൊക്കെ വെച്ചിട്ടു. ഈ ഒരു സമയത്ത് പുറത്തേക്ക് നോക്കാൻ ഭയങ്കര നമുക്കിങ്ങനെ മര്യാദയ്ക്ക് തുറക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര വെളിച്ചവും വെയിലൊക്കെ ആയിട്ട്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ആപ്പിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇവരുടെ സ്കിൻ കെയർ ആണ്. എനിക്കതിൽ നല്ല ചേഞ്ച് ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 3ാമത്തെ തവണയാണ് പറയുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിൽ ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്പിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ വന്ന് പറയുന്നത് എനിക്ക് അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഇഷ്യൂസൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ
ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, കുറച്ച് മുമ്പായിട്ട് എൻ്റെ ഫേസിൽ ഫുൾ ഇങ്ങനെ ഒരു കുത്തു ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ വരികയും ഭയങ്കര പിഗ്മെൻറ്റഡ് ആയി തോന്നിയൊക്കെ ഒരു സമയത്ത് ഞാൻ കുറേ നോക്കി, കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു. എങ്ങനെ ഞാനിതിനെ ഓവർകം ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ കുറേ ടെൻഷൻ അടിച്ചു. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് അതിൻ്റെ ഒടുവിൽ ഞാൻ എത്തിച്ചേർന്ന ഒരു ആപ്പാണ് ക്യൂർ സ്കിൻ എന്ന് പറയുന്ന ഒരു ആപ്പാണ് കേട്ടോ. അതിലെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ഇഷ്യൂസ്, നമ്മുടെ ഹെയർ ഇഷ്യൂസ് ഒക്കെ നമുക്കതിൽ പറയാം. അതായത് അവിടെ നമുക്കൊരു ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന, അവിടെ ഉള്ളത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റാണ്. നമുക്ക് 100% വിശ്വസിച്ച് അവരോട് കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു ആപ്പിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. അതായത് നമ്മുടെ ഫീമെയിലാണോ മെയിലാണോ, നമ്മുടെ പേര്, നമ്പർ, അതൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബിഫോർ ആഫ്റ്റർ, അതായത് ആഫ്റ്റർ കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കിതാ ബിഫോർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഇത് അവിടെയൊക്കെ ഫുള്ള് കുത്തുകുത്തായിരുന്നു. ഇത് കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് പാടുകളായിരുന്നു കേട്ടോ. നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും. അവർ നമ്മുടെ പ്രോബ്ലംസ്, അതിനുശേഷം നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് ചോദിക്കും. നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് അവരുടെ അടുത്ത് പറയാം. അവരതിന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അങ്ങനെ ചോദിച്ച് നമ്മുടെ പ്രശ്നം എന്താണെന്ന് അവർ അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ, അതായത് ഫ്രണ്ട് ഫോട്ടോ, സൈഡ് ഫോട്ടോ, ഇപ്പോൾ ഫേസിന് ഇഷ്യൂ ആണെങ്കിൽ, സ്കിൻ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ഫോട്ടോസ് ചോദിക്കും. ഹെയറിൻ്റെ അങ്ങനെ ആയിരിക്കും, അതെനിക്കറിയില്ല. ഞാൻ സ്കിന്നിൻ്റെ ആണ് അതിൽ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് അതൊക്കെ പോയി അതുകൊണ്ടാണ്. അപ്പോൾ ഫോട്ടോ ചോദിക്കും. അതിന് ശേഷം അവരതൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം അവർ നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് സ്കിൻ കെയർ കിറ്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എനിക്ക് കിട്ടിയ കിറ്റാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 4 സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. ഫേസ് വാഷ് ഉണ്ട്, സൺസ്ക്രീനും പിന്നെ 2 ക്രീമുകളും ഉണ്ട്. ഇത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ വരുന്നത് ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ആണ്. ഇത് രാവിലെയും രാത്രിയും യൂസ് ചെയ്യണം. ജസ്റ്റ് ഒരു പമ്പ് എടുക്കുക, ഫുൾ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ടിട്ട് നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ഫേസ് വാഷൊക്കെ പിന്നെ നമുക്ക് ഡെയിലി വേണ്ട സാധനമാണല്ലോ അല്ലേ. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്, SPF 30. അത് ജസ്റ്റ് ഒരു പീ സൈസിൽ കുറച്ചേ എടുക്കാൻ പറയുന്നുള്ളൂ. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോർണിംഗിൽ എനിക്ക് ഈ ഒരു 2 സ്റ്റെപ്പ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇനി വരുന്നത് നൈറ്റ് സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പോൾ നൈറ്റിൽ വരുന്ന ഒരു ക്രീമാണ് ബരിയർ റീസ്ട്രക്ചർ ക്രീം. അതും ഫസ്റ്റ് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യണം കേട്ടോ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതും ജസ്റ്റ് കുറച്ചൊരു പീ സൈസിൽ എടുക്കേണ്ട, എന്നിട്ട് ഫുൾ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇത് ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അതായത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആണ് എനിക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതും കുറച്ചേ യൂസ് ചെയ്യേണ്ടുള്ളൂ. അതായത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സും സ്കെയർസൊക്കെ ഉള്ള ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ആക്ച്വലി ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പേ ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. ഈ ഒരു കിറ്റ് നമുക്ക് 3 months വരെ ലാസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്കവിടെ ഫീ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ പുറത്തൊരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ നമുക്കവിടെ കൺസൾട്ടേഷൻ ഫീ കൊടുക്കേണ്ടി വരും. അതിന് പുറമെ നമ്മൾ വാങ്ങിക്കുന്ന മരുന്നുകൾക്കും കാര്യങ്ങൾക്കും എക്സ്ട്രാ വേറെയും കൊടുക്കണം. അപ്പോൾ ഇവിടെ ചിലവ് കൂടും. അപ്പോൾ ഇവിടെ നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റും. പക്ഷേ അവർക്ക് ഫീ വേണ്ട. നമ്മൾ ആകെ നമുക്ക് തരുന്ന ഈ ഒരു കിറ്റിന് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അത് കിറ്റിന് വരുന്നത് 1499 ആണ്. അപ്പോൾ അത് നമുക്ക് 3 months വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മാത്രമല്ല നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് D100 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫും കിട്ടും കേട്ടോ, ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ആരും മറക്കണ്ട, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സംഭവം സെറ്റാണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കെൻ്റെ ഇന്നത്തെ ബാക്കി കലാപരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ആരും മറക്കണ്ട, ക്യൂർ സ്കിൻ ഡൗൺലോഡ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. കമോൺ. അങ്ങനെ ചോറ് കഴിക്കാനായി. തണിഞ്ഞു പോയത് കൊണ്ട് ഞാൻ ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ. എനിക്ക് ചൂടുള്ള ചോറ് കഴിക്കാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ചോറൊക്കെ ഒന്ന് ചൂടാക്കി. പിന്നെ കറി ഉണ്ടായിരുന്നു, ഉപ്പേരി, അച്ചാറുണ്ടായിരുന്നു, കടുക്കേൻ്റെ അച്ചാറാണ്, പിന്നെ മീനുണ്ടായിരുന്നു.
എല്ലാം കൂടെ കൂട്ടി നല്ലോണം ചോറ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. എനിക്കിതേ പരിപാടി ഉള്ളൂ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അമ്മ ദേ അവിടെ നിന്ന് ഉപ്പേരിക്ക് വേണ്ടി മുറിച്ചിടുന്നുണ്ട്. അതായത് നാളത്തേക്കുള്ളതാണ് കേട്ടോ. അമ്മ പിന്നെ പണിയൊക്കെ വേഗം തീർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും പിന്നേക്ക് വെക്കില്ല, എല്ലാം വേഗം വേഗം ചെയ്ത് തീർത്തോളും. അമ്മ അവിടെ നിന്ന് മുറിച്ചിടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ കുറേ മടക്കി വെക്കാനുണ്ടായിരുന്നു. തുണിയൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ടി വി കാണുന്നുണ്ട് അതിനിടയിൽ. ഞാൻ പോയി കുറച്ച് കിടന്നു കേട്ടോ. കിടന്നപ്പോൾ കുറച്ച് ഇറങ്ങിപ്പോയി. പിന്നെ വിളക്ക് വെക്കാൻ സമയമായപ്പോൾ എണീറ്റു. അങ്ങനെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേക്ക് അത് കഴിഞ്ഞ് ടി വി ഓൺ ചെയ്തു. ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകാനുണ്ട്. എല്ലാവർക്കും കൂടെ പുറത്ത് പോകാനുണ്ട് കേട്ടോ. അതായത് ഇന്ന് നമ്മുടെ ചെറിയൊരു ട്രീറ്റ് ഉണ്ട്. അതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ പുറത്തേക്ക് പോകും. ചായ കുടിച്ച് കഴിഞ്ഞ് റെഡി ആയിട്ട് പോകണം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ ഒരാളിവിടെ കിടക്കുകയാണ്. വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് ശല്യം ചെയ്ത് കുത്തിപ്പൊക്കാല്ലേ. ഞാനങ്ങനെ എൻ്റെ പ്രധാന ആയുധമായ മുടി കൊണ്ട് ചെവിയിലൊക്കെ കുത്തി നോക്കി. എന്താണെന്നറിയില്ല, എനിക്ക് അശ്വിനെ ഇങ്ങനെ ശല്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞങ്ങൾ തമ്മിൽ എപ്പോൾ അടിയെന്ന് പറഞ്ഞാൽ തമാശയ്ക്ക് ഞാനിങ്ങനെ എന്തെങ്കിലുമായിട്ട് ശല്യം ചെയ്യും. ഞാൻ എന്നെ പിടിച്ച് വെച്ച് കിളിയാക്കും. അശ്വിന് എന്നെ പിടിച്ച് വെക്കാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ അടിയുണ്ടാക്കും. അങ്ങനെ ശല്യം ചെയ്ത് ഒരു രക്ഷയില്ല, കിടക്കാൻ സമ്മതിക്കൂല എന്ന് ഉറപ്പായപ്പോൾ രക്ഷ എണീറ്റു. പിന്നെ അല്ല എന്നോടാ കളി. ഇനിയിപ്പോൾ ഇവിടെ വൺ മാൻ ഷോ തുടങ്ങി കേട്ടോ. എപ്പോഴും ഉള്ളതാ ഈ മസിൽ കാണിച്ചിട്ടുള്ള കളി. ഭയങ്കര ഇതാണ്, ക്രേസാണ് കേട്ടോ ബോഡി ബിൽഡിങ്ങിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ജിമ്മിലൊന്നും പോയി തുടങ്ങിയിട്ടില്ല. അശിക്കിപ്പോൾ നൈറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് പോകാനൊന്നും ഇല്ലേന്ന്. നൈറ്റാണ് പോകാനുള്ളത്, നൈറ്റ് ഷിഫ്റ്റിലാണ്. അപ്പോൾ ഇതിങ്ങനെ മസിൽ കാണിക്കുമ്പോൾ ഞാനും പണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നതായിരുന്നു. വർക്കൗട്ട് മീൻസ് ഞാൻ സ്വന്തമായിട്ട് വീട്ടിലിട്ടോ ഹോം വർക്കൗട്ടായിരുന്നു. എന്നാലും എനിക്ക് കുറച്ച് കയ്യിലൊക്കെ കുറച്ച് മസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷിപ്പൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് റെഡി ആവുക എന്ന് പറഞ്ഞാൽ മേക്കപ്പൊന്നുമില്ല, ജസ്റ്റ് കണ്ണെഴുതണം, ഒരു കുഞ്ഞ് പൊട്ട് തൊടണം, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ വലിയ പരിപാടിയൊന്നും ഇല്ലാതെ വിചാരിക്കാം. അപ്പോൾ പിന്നെന്താണ്, പിന്നെ ഇന്ന് ഞാൻ ചെറുതായിട്ട് ലുക്കൊന്ന് മാറ്റാൻ വിചാരിച്ചു. ലുക്ക് മാറ്റാതെ അതും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. സാധാരണ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ജീൻസും ടോപ്പൊക്കെ ആയിരുന്നു ഇടാറ്. ഇന്നിപ്പം ഒരു ചേഞ്ചിന് ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മുടി ഞാൻ കെട്ടിയില്ല. ഈ ഷോളാണെങ്കിൽ നേരെ നിൽക്കുന്നുമില്ല, ഫുൾ ഇങ്ങനെ ഊരിക്കളിക്കുക. അതുമാതിരി ഒരു തുണിയായിരുന്നു കേട്ടോ. ഇതെൻ്റെ പുതിയ ചുരിദാറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം. പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. എനിക്ക് ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും റെഡിയായി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള MRA എന്നായിരുന്നു കേട്ടോ ട്രീറ്റ്. പിന്നെ ഞാനും അമ്മയും ഇന്നും മാച്ചിങ് ആണ് കേട്ടോ. അതായത് കളറ് സെയിം ആയിരുന്നു. ഞാൻ ഡ്രസ്സ് ചെയ്ത് റൂമിൽ പോയി നോക്കുമ്പോൾ അമ്മയും സെയിം കളറ്. ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവിടെ എത്തി. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സ്റ്റാർട്ടറായിട്ട് ഗ്രില്ലായിരുന്നു കേട്ടോ പറഞ്ഞത്, മിക്സഡ് ഗ്രില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ സ്റ്റാർട്ടായി. അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ കസിൻസൊക്കെ ആയിരുന്നു ഇത് മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കഴിച്ചത് ഇതാണ് കേട്ടോ, ചിക്കൻ ടിക്ക ബിരിയാണി ആയിരുന്നു. എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചിക്കൻ മാറ്റി ചിക്കൻ ടിക്ക പിടിച്ചു. നല്ലതായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി.
കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി കുറച്ച് സാധനങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ടത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷേ എനിക്ക് ഉപ്പിലിട്ടത് വാങ്ങിത്തരാൻ അശിക്ക് ഭയങ്കര മടിയാട്ടോ. വേറെ ഒന്നല്ല, എനിക്ക് ഉപ്പിലിട്ടത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വായിൽ പുണ്ണ് വരും. അതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്തായാലും വാങ്ങിത്തരും. പക്ഷെ അന്ന് ഏട്ടനാണ് കേട്ടോ വാങ്ങിത്തന്നത്. മാൾട്ടി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും മാങ്ങ വാങ്ങിച്ചു. പിന്നെ പേരയ്ക്കയോ വേറെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റൊക്കെ വാങ്ങിച്ചിരുന്നു. കുറേ ഉള്ളത് കൊണ്ട് ഏതെടുക്കണം എന്ന്, പക്ഷേ ആയിട്ടുണ്ടാവുമോ എന്നുള്ളതും ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, മാങ്ങ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാണ്ടിരിക്കാനും പറ്റില്ല. പക്ഷേ കഴിച്ചാൽ പേടിയാണ്. കഴിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും, പുണ്ണ് വരുമോ എന്നുള്ളത്. അങ്ങനെ പാവല്ലേന്ന് വിചാരിച്ചു നശിക്കൊരു കഷ്ണം കടിക്കാൻ കൊടുത്തായിരുന്നു. അതൊക്കെ ഫുള്ള് കടിച്ചെടുത്തു ഗൈസ്. കുഴപ്പമില്ല, പാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടയച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഒരു 10-10:30 ആയപ്പോൾ വീട്ടിലെത്തി. ഇനിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിടക്കാൻ നോക്കണം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അത് ഞാൻ കാണിച്ചില്ല, സമയമില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.